ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 33. 16/5/1987. കഴിഞ്ഞ രാത്രി ഡിന്നർ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. ഗോവണിപ്പടിയിലൂടെ മുകളിലെത്തിയപ്പോൾ കുന്തിരിക്കത്തിന്റെ ശക്തമായ സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. എനിക്കത് മനസ്സിലായി. വസൂല, നിനക്ക് കുന്തിരിക്ക സുഗന്ധം അനുഭവപ്പെടുമ്പോൾ അത് ഞാൻ യേശുക്രിസ്തുവാണെന്നറിയുക. നീ എന്റെ തിരുസാന്നിധ്യം അനുഭവിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വസൂല, ഞാൻ നിന്നെ ഭോഷത്വത്തോളവും അളവില്ലാത്ത വിധവും സ്നേഹിക്കുന്നു. എന്നാൽ കഷ്ടം, എന്റെ ഹൃദയം കവിഞ്ഞൊഴുകുന്ന സ്നേഹം, കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹം ഒട്ടും തന്നെ മനസ്സിലാക്കപ്പെടുന്നില്ല. വളരെ കുറച്ചുപേർ മാത്രമേ ഈ ഹൃദയത്തിൽ നിന്ന് സ്നേഹം സ്വീകരിക്കുവാൻ വരുന്നുള്ളൂ. വളരെ കുറച്ചുപേർ മാത്രം. യേശുവെ, അധികം ആളുകൾക്കും അങ്ങയെ എങ്ങനെ സമീപിക്കണമെന്നറിയില്ല. എനിക്കിത് നല്ലവണ്ണം ബോധ്യമുള്ളതാണ്. അവർക്ക് എന്റെ അടുക്കൽ വന്ന് എന്നോട് സംസാരിക്കാം. ഞാൻ അവരെ കേൾക്കുന്നു. എത്ര മണിക്കൂർ നേരം വേണമെങ്കിലും അവരുടെ സംഭാഷണം കേൾക്കുവാൻ എനിക്കിഷ്ടമാണ്. അവരുടെ സ്നേഹിതരിൽ ഒരാളായി എന്നെ കരുതുമ്പോൾ എനിക്ക് അത്യധികം ആനന്ദം നൽകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, എല്ലാ സ്ത്രീകൾക്കും മഗ്ദലന മറിയത്തെ പോലെയാകുവാൻ ആഗ്രഹമുണ്ടെന്ന്. ഇല്ല, എല്ലാവർക്കും ഈ ആഗ്രഹമില്ല. ഒരുപക്ഷെ അങ്ങയെ സ്നേഹിക്കുന്നവർ ഇപ്രകാരം ആഗ്രഹിക്കുമായിരിക്കും. അവർ ഇപ്രകാരം ആഗ്രഹിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. യേശുവെ, നമുക്ക് വേഗം പോകണം. എവിടേക്ക്? താഴത്തെ നിലയിൽ ചെന്ന് അടുപ്പ് പരിശോധിക്കണം. എന്നാൽ വരൂ, നമുക്ക് പോകാം. യേശുവെ, അവിടുന്ന് എന്നെ സമീപിക്കുന്നതിന് മുമ്പ് ഒരു കെട്ടുകഥ പോലെ മാത്രമേ ഞാൻ അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നുള്ളൂ. അങ്ങ് എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. എന്റെ ദൃഷ്ടിയിൽ അങ്ങ് വിദൂരസ്ഥനായിരുന്നു, പുസ്തകത്തിലെ ഒരു കഥ പോലെ മാത്രം. എനിക്കറിയാം വസൂല, അനേകർക്ക് ഞാൻ ഇപ്പോഴും ഒരു കെട്ടുകഥ മാത്രമാണെന്ന് എനിക്കറിയാം. അടുത്ത പ്രാവശ്യം ഗെത്സമനിൽ വെച്ച് എന്നെ കാണാം. ആ രാത്രിയിൽ ഞാൻ അനുഭവിച്ച എന്റെ വ്യസനങ്ങളും സഹനങ്ങളും ഭീതിയും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. വരൂ മകളെ, നിന്നിൽ വിശ്രമിക്കുവാൻ എന്നെ അനുവദിക്കുക. അടുത്ത ദിവസം വരൂ, ഞാൻ നിന്നോട് പറഞ്ഞ സ്ഥലത്ത് വെച്ച് എന്നെ കണ്ടെത്തുക. ഓ ഗെത്സമനെ, ഭയവും വ്യസനങ്ങളും ഒറ്റിക്കൊടുക്കലും പരിത്യജിക്കലുമല്ലാതെ നിനക്കെന്താണ് പറയുവാനുള്ളത്? ഗെത്സമനെ, നീ മനുഷ്യരുടെ ധൈര്യത്തെ ചോർത്തിക്കളഞ്ഞു. എന്റെ അതിദാരുണമായ തീവ്രവേദനകൾ നിന്റെ അന്തരീക്ഷത്തിൽ നിത്യകാലത്തോളം നീ തൂക്കിയിട്ടിരിക്കുന്നു. ഗെത്സമനെ, മറഞ്ഞിരുന്നവ എന്തെല്ലാമാണ് നിനക്ക് വെളിപ്പെടുത്താനുള്ളത്? പരിശുദ്ധിയുടെ നിശബ്ദതയിൽ നിന്റെ ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്നതിന് നീ സാക്ഷ്യം വഹിച്ചു. നീ എനിക്ക് സാക്ഷ്യം വഹിച്ചു. ആ മണിക്കൂർ വന്നെത്തിക്കഴിഞ്ഞിരുന്നു. തിരുവചനങ്ങൾ പൂർത്തിയാകേണ്ടിയിരുന്നു. മകളെ, അനേകരും ഒരു കെട്ടുകഥയിൽ എന്ന പോലെയാണ് എന്നിൽ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് ജീവിച്ച ഒരുവനായിട്ട് മാത്രമാണ് അവർ എന്നെ കരുതുന്നത്. പലർക്കും ഞാൻ കാലത്തിന്റെ പ്രയാണത്തിൽ കടന്നുപോയ ഒരു നിഴൽ പോലെയാണ്. വളരെ കുറച്ചുപേർ മാത്രമേ ഞാൻ ഭൂമിയിൽ ശരീരത്തിൽ ജീവിച്ചിരുന്നെന്നും ഇപ്പോഴും നിങ്ങളുടെ മധ്യേ ജീവിക്കുന്നെന്നും മനസ്സിലാക്കുന്നുള്ളൂ. സംഭവിച്ചു കഴിഞ്ഞതും ഇനി സംഭവിക്കാനിരിക്കുന്നതും ഞാൻ തന്നെയാണ്. അവരുടെ ഭയങ്ങൾ എനിക്കറിയാം, അവരുടെ വ്യസനങ്ങൾ എനിക്കറിയാം, അവരുടെ ബലഹീനതകൾ എനിക്കറിയാം. ഇവയ്ക്കെല്ലാം ഞാൻ ഗെത്സമനിൽ സാക്ഷ്യം വഹിച്ചതല്ലേ. മകളെ, സ്നേഹം ഗെത്സമനിയിൽ പ്രാർത്ഥിച്ചപ്പോൾ 1000 പിശാചുക്കൾ ഞെട്ടിവിറച്ചു. ഭയന്ന് വിറച്ച പിശാചുക്കൾ ഓടിമറഞ്ഞു. ആ മണിക്കൂർ വന്നെത്തിക്കഴിഞ്ഞിരുന്നു. സ്നേഹം സ്നേഹത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. ഒറ്റിക്കൊടുക്കപ്പെട്ടവന് സാക്ഷ്യം വഹിച്ച ഗെത്സമനെ, പരിത്യജിക്കപ്പെട്ടവന് സാക്ഷ്യം വഹിക്കുക. ഉണർന്നെഴുന്നേറ്റ് സാക്ഷ്യം വഹിക്കുക. മകളെ, യൂദാസ് എന്നെ ഒറ്റിക്കൊടുത്തു. എന്നാൽ അനേകം യൂദാസുമാർ എന്നെ ഇപ്പോഴും ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവന്റെ ചുംബനം അനേകരിലേക്ക് തലമുറ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് അപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു. എന്റെ സങ്കടം വർദ്ധിപ്പിച്ചുകൊണ്ട്, എന്റെ ഹൃദയത്തെ പിളർന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഇതേ ചുംബനം എനിക്ക് നൽകപ്പെടുമെന്ന് ഞാൻ അപ്പോൾ തന്നെ അറിഞ്ഞു. വസൂല, ഞാൻ സമാശ്വാസം കണ്ടെത്തട്ടെ. ഞാൻ നിന്റെ ഹൃദയത്തിൽ വിശ്രമിക്കട്ടെ. അടുത്ത ദിവസം വസൂല, നീ സന്ദേശം എഴുതിയെടുക്കാമോ? യേശുവെ, ഇതങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഞാൻ എഴുതാം. മകളെ, ഗെത്സമനിലെ എന്റെ പീഡാസഹനങ്ങളിൽ കഴിയുന്ന എന്നെ സ്നേഹിക്കുക. എന്റെ സ്വന്തപ്പെട്ടവരിൽ ഒരുവനാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു.
അന്ന് ഞാൻ അനുഭവിച്ച പീഡകളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇന്നും ഞാൻ നിന്ദനങ്ങളും അപമാനങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്നു. കൈപ്പേറിയ ദുഃഖത്താൽ എന്റെ ഹൃദയം നിറഞ്ഞ് വീർത്തിരിക്കുന്നു. തുടർന്നെഴുതുവാൻ എനിക്ക് ശക്തിയില്ലാതായി. യേശുവേ, ഞാനാണ്. കുഞ്ഞെ, സന്ദേശം എഴുതിയെടുക്കുക. എന്റെ തീവ്രവേദനകളുടെ വിയർപ്പ് വലിയ രക്തത്തുള്ളികളായി എന്നിൽ നിന്നൊഴുകി. ദുഷ്ടാരോപിയാൽ പരീക്ഷിക്കപ്പെട്ട ഒരു സംഭവം ഞാൻ പെട്ടെന്നോർത്തു. എനിക്ക് ലജ്ജ തോന്നി. ബലഹീനത എന്നെ ആകർഷിക്കുന്നു. എന്തെന്നാൽ എന്റെ ശക്തി നിനക്ക് പകർന്നു തരുവാൻ എനിക്ക് കഴിയും. എന്റെ അടുക്കൽ വന്ന് നിന്റെ സ്നേഹം എനിക്ക് നൽകുക. എന്നെ ചാരി ആശ്രയിക്കുക. ഞാൻ യേശുവിനെ ചാരി ആശ്രയിച്ചു. അതെ, യേശുവിന് സന്തോഷമായി. ഇതാ എന്നിൽ നിന്നും ഭക്ഷിക്കുക. എന്റെ ഹൃദയത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തെ നിറയ്ക്കുക. എന്നെ സ്നേഹിക്കുക. എന്നെക്കുറിച്ച് ചിന്തിക്കുക. എന്റേതായി തീരുക. പൂർണ്ണമായും എന്റേതായി തീരുക. എന്നെ ആരാധിക്കുക. എന്നെ മാത്രം ആരാധിക്കുക. ആ ചെറിയ വെള്ള ഓസ്തിയിൽ എന്നെ സ്വീകരിക്കുവാൻ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. വരൂ, എന്നെ പാനം ചെയ്യുക. വിശുദ്ധീകരിക്കപ്പെടുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്നെ സ്വീകരിക്കുമെന്ന് ഞാൻ ഉറപ്പാക്കും. എന്നെ ഒരിക്കലും നിഷേധിക്കരുത്. എന്നെ അഭിലഷിക്കുക. എന്നെ മാത്രം ആഗ്രഹിക്കുക. സക്രാരിയിൽ ഞാൻ നിന്നെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ നിന്നെ പഠിപ്പിച്ചതുപോലെ നിന്റെ ആന്തരിക നയനങ്ങൾ കൊണ്ട് നീ എന്നെ ദർശിക്കും. യേശുവെ, എന്റെ കുറ്റം കൊണ്ടാണ് സന്ദേശം ഇടമുറിഞ്ഞു പോയത്. തുടർന്ന് സന്ദേശം എഴുതുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവോ? ഉവ്, എന്നെ ശ്രവിക്കുക. എന്റെ രക്തത്തുള്ളികൾ മണ്ണ് വലിച്ചെടുത്തു. എന്നാൽ ആ മണ്ണ് എന്നത്തേക്കാൾ അധികമായി വരണ്ടുണങ്ങിയിരിക്കുന്നു. അതിന് നന ആവശ്യമായിരിക്കുന്നു. അത് സമാധാനം ആഗ്രഹിക്കുന്നു. സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുന്നു. പെട്ടെന്ന് യേശു സംഭാഷണം നിർത്തി. എന്നെ ദുഃഖിപ്പിക്കരുത്. എന്നോടൊപ്പം നീ പ്രാർത്ഥിക്കുമോ? വസൂല, എന്നെ സ്നേഹിക്കുക. വരൂ. അല്ലയോ പിതാവേ, പൂർത്തീകരിക്കപ്പെടേണ്ടത് പൂർത്തീകരിച്ചാലും അങ്ങയുടെ വചനം അങ്ങയുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ച് അവയെ അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവേ, അങ്ങയുടെ ഹൃദയത്തിന്റെ ആഗ്രഹപ്രകാരം അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ആമേൻ. തുടർന്നും എന്നോടൊപ്പം പ്രവർത്തിക്കുവാൻ നീ തയ്യാറാണോ? ഇത് ദൈവഹിതമാണെങ്കിൽ ദൈവത്തോടൊപ്പം തുടർന്നും പ്രവർത്തിക്കുവാൻ ഞാൻ തയ്യാറാണ്. ഇത് എന്റെ ഹിതമാണ്. എങ്കിൽ ഞാൻ തുടർന്നും പ്രവർത്തിക്കും. എന്റെ കഴിവില്ലായ്മ മറക്കരുതേ. നിന്റെ യേശുവായ എന്നെ പൂർണ്ണമായി ആശ്രയിക്കുക. നീ എത്രമാത്രം നിസ്സഹായയാണെന്ന് എനിക്കറിയാം. എന്നെ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു ചെറിയ കുട്ടിയെയാണ് എനിക്ക് വേണ്ടിയിരുന്നത്. യേശുവേ, ഇത് ഞാനാണ്. ഗെത്സമനെ കുറിച്ചുള്ള അങ്ങയുടെ സന്ദേശം പൂർത്തിയായോ? ഇല്ല, ഞാൻ തുടരുന്നതാണ്. എന്റെ മക്കളെ പുനരുദ്ധരിക്കുകയും ഞാൻ അവരോടൊപ്പം തന്നെയുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും വേണം. ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള എന്റെ സന്ദേശത്താൽ അവർ എന്നെ കാണുകയും എന്നെ അനുഭവിച്ചറിയുകയും ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരുടെ തിരിച്ചുവരവ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എന്റെ അടുക്കിലേക്ക് അനേകർ തിരിച്ചുവരും. യേശുവെ, എങ്ങനെ എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കും? വസൂല, ഒരു പിതാവ് തന്റെ കുഞ്ഞിനെ റോഡ് കുറുകെ മുറിച്ചു കടക്കുവാൻ സഹായിക്കുകയില്ലേ? അതുപോലെ തന്നെ ഞാൻ നിന്നെ അവസാനം വരെ സഹായിക്കും. അങ്ങയുടെ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത് ശരിയല്ലേ? ഞാൻ തെറ്റാണോ ചെയ്യുന്നത്? അല്ല, ഞാൻ എന്റെ അപ്പം നിനക്ക് നൽകിയതുപോലെ നീ എന്റെ അപ്പം മറ്റുള്ളവർക്ക് നൽകുന്നു. എന്റെ അപ്പം സൗജന്യമായി നൽകപ്പെടണം. 17/5/1987 പരിശുദ്ധ മാതാവ് വസുലയ്ക്ക് നൽകിയ സന്ദേശം. ഞാൻ വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന ചൊല്ലി. അടുത്ത പ്രാർത്ഥനയും ചൊല്ലുക. ഞാൻ വിശുദ്ധ ബെർണാഡിന്റെ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയും ചൊല്ലി. എനിക്കൊരു കാര്യത്തിൽ വളരെ പ്രയാസമുണ്ട്. ഈ സന്ദേശങ്ങൾ വായിച്ച് ജീവിതത്തിൽ പ്രത്യാശ കണ്ടെത്തുന്നവർ ഈ സന്ദേശത്തെപ്പറ്റി പുരോഹിതരോട് പറയുമ്പോൾ പലപ്പോഴും അവർ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ 4 പുരോഹിതന്മാരോട് ഈ സന്ദേശത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അവരിൽ 2 പേർ എന്നെ നിരുത്സാഹപ്പെടുത്തുകയും മറ്റു 2 പേർ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നിരുത്സാഹപ്പെടുത്തുന്നവർ സന്ദേശങ്ങൾ ആരംഭം മുതൽ അവസാനം വരെ വായിച്ചിട്ട് ഒരഭിപ്രായം പറയുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടും ഇത് ദൈവിക സന്ദേശമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്നോട് വിശദീകരിക്കണം. ശരിക്കു വായിച്ചു നോക്കാതെയും അതേപ്പറ്റി ഞാനുമായി ചർച്ച ചെയ്യാതെയും ഒരഭിപ്രായം പറയുന്നത് ശരിയല്ല. ദൈവിക ജ്വാലയാൽ നിന്റെ ഹൃദയത്തെ നിറയ്ക്കുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട മാതാവേ, ദൈവത്തിന്റെ സന്ദേശം വായിച്ചു നോക്കുക പോലും ചെയ്യാത്തവർ അതിനെ അവഹേളിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഭയപ്പെടേണ്ട കുഞ്ഞെ,
ഞാൻ വളരെ വിഷമസ്ഥിതിയിലാണ്. എനിക്കറിയാം. വസൂല, യേശുവിന്റെ പ്രവൃത്തികളെ നീ അംഗീകരിക്കുമോ? ഞാൻ അംഗീകരിക്കുന്നു. വസൂല, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവളെ, ശാന്തമായിരിക്കുക, യേശുവിൽ ആശ്രയിക്കുക. ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു. എന്നിൽ ആശ്രയിക്കുക. അങ്ങയുടെ സന്ദേശം വായിച്ചു നോക്കുക പോലും ചെയ്യാത്തവർ അതിനെ അവഹേളിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഭയപ്പെടേണ്ട, എന്നെ സ്നേഹിക്കുക. നിന്റെ വിശദീകരണം എന്നെ മഹത്വപ്പെടുത്തുന്നു. വരൂ, നമുക്ക് പോകാം. നമുക്കെന്ന കാര്യം ഓർത്തുകൊള്ളുക. ദുഃഖിക്കാതിരിക്കുക. ഇന്നലെ ഞായറാഴ്ച യേശു എന്നെ വിശുദ്ധ കുർബാനയിലേക്ക് നയിച്ചു. എനിക്ക് വിശുദ്ധ കുർബാനയെപ്പറ്റി കാര്യമായ യാതൊരു അറിവുമില്ലാത്തതിനാൽ അതിലെ പാട്ടുകളും പ്രാർത്ഥനാ ശുശ്രൂഷകളും വേണ്ട രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ഇക്കാര്യത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് പിന്നിലായിരുന്നു. എന്നാൽ യേശു അവിടെ സന്നിഹിതനാണെന്നും അവിടുന്ന് എന്നോട് സംസാരിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. വിശുദ്ധ കുർബാന സ്വീകരണം എനിക്ക് വലിയ സമാശ്വാസം നൽകി. 18/5/1987 യേശു ആവശ്യപ്പെട്ട പ്രകാരം രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ ചെന്നു. വിശുദ്ധ കുർബാന മധ്യേ യേശു എന്നോട് സംസാരിച്ചു. ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അതെനിക്ക് ശക്തിയായ ചമ്മട്ടിയടിയാൽ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് മുറിഞ്ഞു തെറിച്ച മാംസകഷ്ണം പോലെ അനുഭവപ്പെട്ടു. ഇന്നലെയും ഇന്നും യേശു എനിക്ക് വിശുദ്ധ കുർബാനയുടെ വിവിധ അനുഭവങ്ങൾ നൽകുകയാണെന്ന് മനസ്സിലായി. യേശുവേ, ഞാനാണ്. എന്നെ സ്നേഹിക്കുക. എന്റെ അടുക്കിലേക്ക് അടുത്തു വരിക. വിശുദ്ധ കുർബാനയിൽ എന്നെ നീ സ്വീകരിക്കുന്ന ഓരോ തവണയും ഞാൻ നിനക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ നൽകുന്നതാണ്. വസൂല, നീ എന്നിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു. അതു ശരിയാണ്. ചിലപ്പോൾ സംശയത്തിന്റെ തിരകൾ എന്റെ നേർക്ക് വരുമ്പോൾ യേശുവല്ല എന്നോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യേശുവിനോട് സംസാരിക്കുവാനോ യേശുവിനെ കാണുവാനോ വിസമ്മതിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ യേശുവിന്റെ രൂപത്തെ നോക്കുന്നതും യേശുവിനോട് സംസാരിക്കുന്നതും ഞാൻ ഒഴിവാക്കുന്നു. യേശു എന്നെ പഠിപ്പിച്ചതെല്ലാം ഞാൻ അവഗണിക്കും. യേശുവിനെ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം എന്റെ വെറും ഭാവന മാത്രമാണെന്ന് ഞാൻ ചിന്തിക്കും. പ്രിയപ്പെട്ടവളെ, നീ എന്നെ ദുഃഖിപ്പിക്കുകയാണ്. നീ എന്നെ തടയുകയും എന്നിൽ നിന്ന് അകന്നു മാറുകയും ചെയ്യുമ്പോൾ നീ എന്നെ ദ്രോഹിക്കുകയാണ്. പിശാചാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളതെന്ന് മനസ്സിലാക്കുക. അവൻ നിരാശനാണ്. ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെല്ലാം നിന്റെ തോന്നലുകൾ മാത്രമാണെന്ന് നീ വിശ്വസിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. എന്റെ സ്വർഗീയ പ്രബോധനങ്ങളെല്ലാം നീ മറക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നിന്നെ അവന്റെ സങ്കേതത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. നീ എന്നിൽ നിന്ന് അകലെയാണെന്ന് തോന്നുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. നിന്നെ പ്രതി ഞാൻ ഭയപ്പെടുന്നു. തന്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു ആട് തെറ്റിമാറി അലയുമ്പോൾ ഇടയൻ വെറുതെ ഇരിക്കുമോ? ഒരു നല്ല ഇടയൻ ഓടിച്ചെന്ന് അതിനെ പൊക്കിയെടുത്ത് തിരികെ കൊണ്ടുവരും. നീ അലഞ്ഞു തിരിയുന്നതായി കാണുമ്പോൾ ഞാൻ വെറുതെ കാത്തിരിക്കുകയില്ല. ഞാൻ നിന്റെ അടുക്കിലേക്ക് ഓടി വന്ന് നിന്നെ തിരികെ കൊണ്ടുവരും. എന്റെ അടുത്തേക്ക് ഞാൻ നിന്നെ വലിച്ചടിപ്പിക്കും. കുഞ്ഞെ, നിനക്ക് തണുക്കുമ്പോൾ എന്റെ കുപ്പായം കൊണ്ട് ഞാൻ നിന്നെ പുതപ്പിക്കും. ഞാൻ നിനക്ക് ഭക്ഷണം നൽകും. നീ വിഷമിക്കുമ്പോൾ ഞാൻ നിന്നെ എടുത്തുയർത്തി എന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യും. യേശുവേ, ഞാനാണ്. എന്തുകൊണ്ടാണ് ഈ കൃപാവരങ്ങളെല്ലാം എനിക്ക് ലഭിക്കുന്നത്? എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് നൽകട്ടെ. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വസൂല, നീ എന്നിൽ നിന്നും കൃപകൾ സ്വീകരിക്കും. ഞാൻ നിന്നെ ഉപയോഗപ്പെടുത്തട്ടെ. ഞാൻ നിങ്ങളെ വിമോചിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല. അനേകരെ അവരുടെ ബന്ധനങ്ങളിൽ നിന്ന്, തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഇതിന് ഒരു ഉപകരണമായി ഞാൻ ഉപയോഗിക്കുന്നു. എന്റെ പ്രവൃത്തികളെ തെറ്റിദ്ധരിക്കാതിരിക്കുക. എന്റെ ആഹ്വാനം നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയുമായ എന്റെ ആഹ്വാനം മനുഷ്യവർഗം മുഴുവനും വേണ്ടിയുള്ളതാണ്. അതേ കർത്താവേ, എന്നാൽ എന്റെ സുഹൃത്തുക്കളിൽ ചിലർ എന്നോട് നീ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് എന്ന് പറയുമ്പോൾ എനിക്ക് പരിഭ്രമമാണ്. മകളെ, നിന്റെ നികൃഷ്ടത മൂലം നിന്നെ തിരഞ്ഞെടുത്തതിനാൽ നീ പരിഭ്രമിക്കുക. നിന്റെ യോഗ്യതകൾ കൊണ്ടല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. നിനക്ക് യോഗ്യതകൾ യാതൊന്നുമില്ല. കർത്താവിന്റെ അധരത്തിൽ നിന്ന് വരുന്നത് സത്യം മാത്രമാണ്. പതിവായി എന്റെ അടുക്കൽ വന്ന് അനുദപിക്കുക. എന്റെ മറ്റുള്ള മക്കളെക്കാൾ കൂടുതലായ പരിഗണന ഞാൻ നിനക്ക് നൽകുന്നില്ലെന്ന് നീ ഓർമ്മിക്കണം. എനിക്കറിയാം യേശുവേ, അതുകൊണ്ട് തന്നെയാണ്
അങ്ങേ എപ്പോൾ വേണമെങ്കിലും വിളിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകിയതിൽ ഞാൻ പരിഭ്രമിക്കുന്നത്. വസൂല, വസൂല, ഏറ്റവും നികൃഷ്ടരായവർക്കും ഞാൻ എൻ്റെ കൃപാവരം നൽകുന്നു. എൻ്റെ ഹൃദയം കരുണയുടെയും പാപക്ഷമയുടെയും അഗാധ സമുദ്രമാണെന്ന് നിന്റെ സുഹൃത്തുക്കൾ അറിയട്ടെ. മരിച്ചവരെ പോലും ഞാൻ ഉണർത്തിയത് അവർ കാണട്ടെ. എന്നെ തള്ളിക്കളഞ്ഞവരെ പോലും ഞാൻ സ്നേഹിക്കുന്നത് അവർ കാണട്ടെ. യേശുവേ, പ്രിയപ്പെട്ടവളെ, ഞാനാണ്. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് അക്കാര്യം അറിയുന്നു. മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതെ, നിന്റെ നികൃഷ്ടാവസ്ഥയിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നോട് സംസാരിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കുക. ഞാൻ നിന്റെ മണവാളനാണ്. എന്നോടൊപ്പം പങ്കുവെക്കുക. എന്നെ കാണുമ്പോൾ പുഞ്ചിരിക്കുക. അതെ യേശുവേ, എന്റെ സാന്നിധ്യം പോലും അങ്ങയെ ദ്രോഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇക്കാര്യം ആവർത്തിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെ സ്നേഹിക്കുന്നത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാനും അങ്ങയെ സ്നേഹിക്കുന്നു. എന്നെ അനുഭവിച്ചറിയുക. എന്റെ കണ്ണുകളിലേക്ക് നോക്കുക. അതേ മകളെ, ഞാൻ നിന്റെ പരിശുദ്ധ പിതാവാണെന്ന് ഓർക്കുക. നമുക്കിപ്പോൾ പോകാം. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.